ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പുകൾക്കിടയിലും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. രാജ്ഭവനിലെത്തി ഗവർണറെ പങ്കെടുപ്പിച്ചാണ് നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സിഇഒ രത്തൻ ഖേൽക്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ചടങ്ങിൽ. ആദ്യത്തെ എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് കൈമാറി. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഭരണ പ്രതിപക്ഷ കക്ഷികളൊക്കെ എതിർത്ത് നിൽക്കുകയാണ്. എന്നാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ആദ്യ വോട്ടർക്ക് എന്യൂമറേഷൻ ഫോം കൈമാറുകയാണോ? ഗവർണർ ഇവിടെ ഔദ്യോഗികമായി വോട്ടറായി കഴിഞ്ഞോ? സുജയ, സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ്, BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ്, ഇതൊന്നും വകവെക്കാതെ അല്ലെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർ SIR നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വോട്ടറാണ്. അദ്ദേഹത്തിന് ആദ്യ എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിൽ ഇതിന് തുടക്കമിട്ടത്. ഉദ്ഘാടന പരിപാടികൾ എന്ന നിലയിലൊന്നുമില്ലായിരുന്നു. രാജ്ഭവൻ ഇരിക്കുന്ന സ്ഥലത്തെ BLO ആയ J. ബേനസീറാണ് ആദ്യത്തെ എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് നൽകിയത്. ഇതിനകത്ത് ഉള്ള രാഷ്ട്രീയം 5-ാം തീയതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. എന്യൂമറേഷൻ ഫോം അച്ചടിച്ച് കഴിയുന്നത് 4-ാം തീയതിയാണ്. അതിനുശേഷമാണ് ഔദ്യോഗികമായി വിതരണം ചെയ്തു തുടങ്ങുക. അതിന് പിന്നാലെ തന്നെ മറ്റു നടപടികൾ, നിയമ നടപടികൾ, രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊക്കെ നടത്താമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കരുതിയിരിക്കുമ്പോഴാണ് അതിന് മുമ്പാകെ തന്നെ, ഒരു മുഴം മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഈ പദ്ധതിയുമായി SIRൽ എല്ലാവരും ഭാഗമാകണം എന്നതാണ് ഗവർണർ പറഞ്ഞ കാര്യം. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് എല്ലാ പിന്തുണയും ഞാൻ നൽകുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞിട്ടുണ്ട്. സുജ.